ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റായ ബ്ലൂംസ് ആൻഡ് ബ്രീസിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ആദ്യത്തെ 5 ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി 6 ആണ്. പേജ് നമ്പർ 108. ആഡ് മോർ ലൈൻസ്. ഇവിടെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ ലൈൻസ് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ലൈൻസ് ഞാൻ വായിക്കാം. 2 സ്റ്റാൻസസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. നമുക്ക് ആകാശത്തിലേക്ക് പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, നമുക്ക് ഒരുമിച്ച് പറക്കാം. ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുക അല്ലേ. ഓവർ ദ മിഡോസ്. മെഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽത്തകിടി, പുൽമേട് അല്ലേ. അപ്പം എന്താണ്? ഓവർ ദ മിഡോസ്. അപ്പം ഈ പുൽത്തകിടികളുടെ പുൽമേടുകളുടെയൊക്കെ മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്. ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്കകളല്ലേ. കാക്കകളെ പോലെ നമുക്ക് ഇങ്ങനെ പറക്കാമെന്ന് പറയാണ്. രണ്ടാമത്തെ സ്റ്റാൻസ നോക്കിയേ. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. അത് ഫസ്റ്റത്തെ സ്റ്റാൻസയിലെ ആദ്യത്തെ 2 ലൈൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, നമുക്ക് ആകാശത്തിലേക്ക് പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ, നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ മൗണ്ടൻസ്. മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മലകൾ അല്ലേ. അപ്പം മലകളുടെ മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്. കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടങ്ങൾ അല്ലേ. പട്ടങ്ങൾ നമുക്കറിയാം ഒരുപാട് ഉയരത്തിലാണ് പറക്കുക. മലകളുടെയൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ പറക്കും അല്ലേ. അപ്പം പട്ടങ്ങൾ പോലെ നമുക്ക് എന്താണ്? മലകളുടെയൊക്കെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് നടക്കാമെന്ന് പറയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ലൈൻസ് ആഡ് ചെയ്യാം. ആദ്യത്തെ 2 ലൈൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. നമുക്ക് ആകാശത്തിലേക്ക് പറക്കാം, നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ റിവേഴ്സ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നദികളല്ലേ. അപ്പം എന്താണ്? നദികൾക്ക് മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസ് എന്താണ്? പൂമ്പാറ്റകളല്ലേ. പൂമ്പാറ്റകളെ പോലെ നമുക്ക് പറക്കാം എന്നാണ് ഈ 4 ലൈൻസ് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ലൈൻസ് ആഡ് ചെയ്യാം. ഒരു 4 ലൈനും കൂടെ കൊടുക്കാം അല്ലേ. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. നമുക്ക് ആകാശത്തിലേക്ക് പറക്കാം, നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ ട്രീസ്. ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങളല്ലേ. മരങ്ങൾക്ക് മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് സ്പാരോസ്. സ്പാരോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുവികൾ അല്ലേ. കുരുവികളെ പോലെ നമുക്ക് പറക്കാം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൻ ബിലോ. അപ്പം ഇവിടെ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിൽ കുറേ ഹിഡൻ വേർഡ്സ് ഉണ്ട്, അതായത് കുറേ വേർഡ്സ്, വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹിഡൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ഇവിടെ കുറേ വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു വേർഡ് നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഔൾ എന്താണ്? മൂങ്ങ അല്ലേ. ഔൾ എന്നുള്ള ആ ഒരു വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളത് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ റെഡ് കളറിലുള്ള ഒരു ലൈനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തേത് റോഡ്, പിന്നെ റെയിൻ, ക്ലൗഡ്, കാറ്, സ്റ്റോം, പിന്നെ വിൻഡ്, ടീ. ഇത്രയാണ് വേർഡ്സ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വേർഡ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പേജ് നോക്കാം. ആക്ടിവിറ്റി 8. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ക്യാപ്പ്. ഒരു പേപ്പർ ക്യാപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ലെറ്റ്സ് സിങ് ആൻഡ് ഡാൻസ്. എന്നിട്ട് നിങ്ങൾക്ക് പാട്ട് പാടി ഡാൻസ് കളിക്കാം. ആ തൊപ്പിയൊക്കെ വെച്ച് നിങ്ങൾക്ക് പാട്ട് പാടി ഡാൻസ് കളിക്കാം. അപ്പോൾ നിങ്ങൾ ഈ തൊപ്പി ഉണ്ടാക്കി നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഒരുമിച്ച് തൊപ്പിയൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാം കേട്ടോ. ഈ പാട്ട് പാടി ഡാൻസ് ചെയ്യാം. അപ്പോൾ പാട്ട് ഞാനൊന്ന് വായിക്കാം. Ding dong, the witch is dead. The wicked witch is dead. Ding dong, munchkins are here. Dancing, dancing without fear. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനത്തിൽ ഈ പാട്ട് പാടി തൊപ്പിയൊക്കെ വെച്ച് നമ്മളുടെ വിക്കറ്റ് വിച്ച് മരിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ നിങ്ങൾ മഞ്ച്കിൻസിൻ്റെ കൂടെ പങ്കുചേരുന്ന പോലെ നിങ്ങൾ ഡാൻസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9. ഐഡൻറ്റിഫൈ ദ സ്ലോഗൻ റിലേറ്റഡ് ടു ദ സിമ്പിൾ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് പ്രൊവൈഡഡ്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് സ്ലോഗൻസ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലോഗൻസ് താഴെ കൊടുത്തിട്ടുള്ള സിമ്പിൾസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് എഴുതണം. ഓക്കെ, നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ, ഏതാണോ അനുയോജ്യമായ സ്ലോഗൻ, അത് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള സിമ്പിൾസിൻ്റെ അടുത്തായിട്ട് എഴുതണം. ഓക്കെ, സ്ലോഗൻസ് നോക്കാം. സേവ് വാട്ടർ, സേവ് ലൈഫ്. വാട്ടർ അതായത് വെള്ളം സേവ് ചെയ്യുക, ജീവൻ രക്ഷിക്കുക. അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ. പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. ഡോണ്ട് ലിറ്റർ, ചപ്പുചവറുകൾ വലിച്ചെറിയാതിരിക്കുക. ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ.
അതായത് പച്ചപ്പ് ഉണ്ടാക്കിയെടുക്കുക. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പ്രകൃതിനെ നമ്മൾ അതിൻ്റെ തനതായ രീതിയിൽ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ രീതിയിൽ മുഴുവൻ മരങ്ങളും ചെടികളും ഒക്കെ നിറച്ച് നമ്മളുടെ പ്രകൃതിനെ ഭംഗിയാക്കി വെക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിക്ചർ ഒരു സിമ്പിൾ, അതെന്താണെന്ന് കാണിക്കുന്നത് പ്ലാസ്റ്റിക്സ് വേണ്ട എന്നുള്ളതാണല്ലേ. അപ്പോൾ ഏതാണ് വരിക? അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ. അത് നമ്മളിവിടെ എഴുതാം. നെക്സ്റ്റ് എന്താണ് കാണുന്നത്? വേസ്റ്റ് അല്ലേ, മാലിന്യങ്ങളൊക്കെ കൊണ്ട് കളയുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? ഡോണ്ട് ലിറ്റർ. നെക്സ്റ്റ് എന്താണ്? ഒരു തൈ നടുന്നതാണല്ലേ കാണുന്നത്. അപ്പോൾ എന്താണ്? ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. അതാണ് അവിടെ കൊടുക്കേണ്ടത്. അവസാനത്തേത് എന്താണ്? ഒരു പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നതാണ്. അത് പൂട്ടാൻ ശ്രമിക്കുന്ന ഒരു കൈകളുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് വരിക? സേവ് വാട്ടർ, സേവ് ലൈഫ്. റൈറ്റ് സിമിലർ സ്ലോഗൻസ്, ഇതേപോലെയുള്ള സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ്? ഒരു മരമുണ്ട്, അത് മുറിക്കാൻ വന്നിട്ടുള്ള ആളുമുണ്ട്. അപ്പം ഞാനിവിടെ 2 സ്ലോഗൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡോണ്ട് കട്ട് ട്രീസ്, മരങ്ങൾ മുറിക്കരുത്. പ്രൊട്ടക്ട് ട്രീസ്, സേവ് നേച്ചർ. എന്താണ്? മരങ്ങളെ സംരക്ഷിക്കൂ, നേച്ചറിനെ, പ്രകൃതിയെ സേവ് ചെയ്യൂ എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് പേജ് നോക്കാം. ആക്ടിവിറ്റി 10. സം റിഡിൽസ് ആർ ഗിവൻ ബിലോ, റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട്. അപ്പം ഇവിടെ കുറച്ച് കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട് താഴെ. റിഡിൽസ് എന്ന് പറഞ്ഞാൽ കടങ്കഥകൾ. അപ്പം അത് നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതണം. അപ്പോൾ ഫസ്റ്റ് വണ്ണം നമുക്ക് നോക്കാം. യു കാൺട്ട് സീ മീ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ബട്ട് യു ക്യാൻ ഫീൽ മീ, പക്ഷെ നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് പറ്റും. ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്, എനിക്ക് മരങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ് ഫ്ലൈ, എനിക്ക് പട്ടങ്ങളെ പറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഹൂ ആം ഐ, ആരാണ് ഞാൻ? ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? നമുക്ക് കാണാൻ പറ്റില്ല, അതേപോലെ നമുക്കത് അനുഭവിക്കാൻ പറ്റും, ആ ഒരു ഇതിൻ്റെ പ്രസൻസ്. പിന്നെ എന്താണ്? മരങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കാൻ കഴിയും, അതേപോലെ പട്ടങ്ങൾക്ക് പറക്കാനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ആരാണത്? കാറ്റാണല്ലേ. അപ്പോൾ വിൻഡ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബോക്സിൽ വിൻഡ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നോക്കാം. ഐ എം ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്തിലാണുള്ളത്. ഐ ക്യാൻ ബ്രിങ് ദ റെയിൻ, എനിക്ക് മഴ പെയ്യിക്കാൻ സാധിക്കും. 5 ലെറ്റേഴ്സ് മേക്ക് മൈ നെയിം, 5 അക്ഷരങ്ങളാണ് എൻ്റെ പേര് ഉണ്ടാക്കുന്നത്. എൻ്റെ പേരിൽ 5 അക്ഷരങ്ങളാണുള്ളത്. ഹൂ ആം ഐ, ആരാണ് ഞാൻ? ആരാണ്? ആകാശത്താണുള്ളത്, മഴ പെയ്യിക്കാൻ പറ്റും, 5 ലെറ്റേഴ്സാണുള്ളത്. ക്ലൗഡാണല്ലേ. അപ്പോൾ നമുക്കിവിടെ ക്ലൗഡ് എന്ന് കൊടുക്കാം. എന്താണ്? മേഘം അല്ലേ. മൂന്നാമത്തെ നോക്കാം. ഐ എം ഹ്യൂജ് ആൻഡ് ടോൾ, ഞാൻ വലുതുമാണ്, എനിക്ക് എന്താണ്? ടോളാണ്, വളരെ ഉയരവുമുണ്ട്. ഐ ക്യാൻ സ്റ്റോപ്പ് ദ ക്ലൗഡ്സ്, എനിക്ക് മേഘങ്ങളെ തടഞ്ഞിങ്ങനെ നിർത്താൻ പറ്റും. ഐ ഹാവ് എ സമ്മിറ്റ്, സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിലുള്ള ഭാഗം ഉണ്ടല്ലോ, ഉച്ചകോടി എന്നൊക്കെ പറയും, അതുണ്ട്. യു ക്യാൻ ക്ലൈംബ് ഓൺ മീ, നിങ്ങൾക്ക് എൻ്റെ മുകളിൽ ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ കയറാൻ പറ്റും, മുകളിലേക്ക് ഇങ്ങനെ കയറാൻ പറ്റും. ഹൂ ആം ഐ, ആരാണ് ഞാൻ? ആരാണ്? മൗണ്ടൻ ആണ് അല്ലേ, മല അല്ലേ. മല എന്താണ്? വലുതാണ്, നല്ല ഉയരമുണ്ടാവും. പിന്നെ എന്താണ്? മേഘങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റും. പിന്നെ എന്താണ്? ഒരു ഉച്ചകോടി അല്ലെങ്കിൽ എന്താണ് ആ ഒരു ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ എന്താണ്? നിങ്ങൾക്ക് എൻ്റെ മുകളിൽ കയറാൻ പറ്റും, ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഹൂ ആം ഐ, ആരാണ്? മൗണ്ടൻ ആണ് അല്ലേ. നമ്മളത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. നൗ മേക്ക് യുവർ റിഡിൽസ്, ഇനി നിങ്ങൾ നിങ്ങളുടെ കടങ്കഥകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 ടോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്, റെയിൻബോയും റെയിനും. അപ്പോൾ നമുക്ക് ആദ്യത്തെ റെയിൻബോൻ്റെ ഒരു റിഡിൽ ഉണ്ടാക്കാം. ഐ എം ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്തിലാണ് ഉണ്ടാവുക. ഐ ഹാവ് 7 കളേഴ്സ്, എനിക്ക് 7 കളേഴ്സ് ഉണ്ട്. ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ, എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഐ വിൽ അപ്പിയർ വെൻ റെയിൻ ആൻഡ് സൺ കം ടുഗെദർ, മഴയും വെയിലും ഒരുമിച്ച് വരുന്ന സമയത്താണ് ഞാൻ പ്രത്യക്ഷപ്പെടുക. ഹൂ ആം ഐ, ആരാണ് ഞാൻ? ആരാണ്? റെയിൻബോ ആണല്ലേ. നെക്സ്റ്റ് നമുക്ക് റെയിൻ അതിൻ്റെ റെഡിലുണ്ടാക്കാം. ഐ ഗീവ് വാട്ടർ ടു ദ എർത്ത്, ഭൂമിക്ക് ഞാൻ വെള്ളം നൽകുന്നു. ഐ കം ഫ്രം ദ ക്ലൗഡ്സ്, മേഘങ്ങളിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഐ ക്യാൻ ഫോൾ അബൌട്ട് ട്രീസ് ആൻഡ് ഹിൽസ്, എനിക്ക് മരങ്ങളുടെയും കുന്നുകളുടെയും ഒക്കെ മുകളിൽ വീഴാൻ സാധിക്കും. ഐ മേക്ക് യു വെറ്റ്, എനിക്ക് നിങ്ങളെ നനയ്ക്കാൻ സാധിക്കും. ഹൂ ആം ഐ, ആരാണ് ഞാൻ? ആരാണ്? റെയിൻ അല്ലേ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത്. ആദ്യത്തെ 5 ആക്ടിവിറ്റീസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.